ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീണ്ടും ഇത് വെള്ളത്തിന് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനാണ് ഞാൻ ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ മഴ എന്ത് വന്നോട്ടെ ഞങ്ങളുടെ വീട്ടിൽ അത്ര ബാധിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ കുറേ വെള്ളം എപ്പോഴും അറിഞ്ഞിട്ടൊന്നുമില്ല. കൽമടാംകുളത്തിൽ അത്യാവശ്യം ഉണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയില്ല. വെള്ളം അങ്ങോട്ട് കയറുമ്പോൾ ഇങ്ങോട്ട് അടുത്ത് പൊന്നാനിക്കടലുണ്ട്, അങ്ങനെ കയറുമ്പോൾ ഫസ്റ്റ് വിചാരിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ഇറങ്ങി, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഗൈസ് അതാണ്. അപ്പോൾ നല്ല മഴ കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ ബാധിക്കാറില്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഇന്നലെ സ്കൂളിൽ പോയപ്പോൾ ഞങ്ങളുടെ ആ സ്കൂളിൽ ഇങ്ങനെ ബന്ധിക്കാറില്ല. നമ്മൾ ഇപ്പോഴും കേൾക്കാറുണ്ട് സ്കൂള് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എല്ലാ ടീച്ചേഴ്സും ഒക്കെ പോവാണ്. അപ്പം നമുക്ക് കൂടുതൽ സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അവധി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും സ്കൂളിൽ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾ കയറി സ്കൂളിലേക്ക് അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഇരുന്നിട്ട് PT സമയമൊക്കെ ആയപ്പോൾ എന്തോന്നറിയില്ല, ഷെഡിക്കൊരൊറ്റ വീഴ്ച. ഞങ്ങൾ അങ്ങനല്ല പോയി 10 മണിക്കാണ് ഇത് ഉണ്ടായത്. രാവിലെ 10 ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് 10 ഞങ്ങളൊരു 9:50 ആകുമ്പോൾ ബെല്ലടിച്ചു. 10 ഞങ്ങൾ അങ്ങനെ എക്സാം ആയിരുന്നു അല്ലേ, അങ്ങനെ എക്സാം എടുത്തോണ്ടിരിക്കുമ്പോൾ എന്തോ ഷീറ്റിൻ്റെ മേലേക്ക് വീണത് ഞങ്ങൾ കേട്ടപ്പോൾ തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ അവിടെ ഞങ്ങൾ ഷീറ്റാണ് ഞങ്ങൾ പുറത്തയച്ച ലാസ്റ്റത്തെ ക്ലാസ്സിലെ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തേങ്ങ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒറ്റ വീഴ്ച. ഞങ്ങളവിടെ എൻ്റെ കാലിങ്ങനെ വിറക്കി, ഞാൻ അവിടെ തുള്ളിപ്പോയി, എന്തോന്നറിയില്ല. എന്നിട്ട് ഇവിടെ ഈ വീട് കുലുങ്ങി. എത്ര ഈ വീട് കുലുങ്ങില്ല കേട്ടോ, വെറുതെ പറയാം. പിന്നെ ഈ വീടൊന്നും കുലുങ്ങി. ആ മലപ്പുറത്തെ മലപ്പുറത്തല്ലേ അടുപ്പാണ് ഈ വീടിന്റെ പിടിക്കല് അവിടുന്ന്. ഗായ്സ് ഞാൻ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഈ ഗാനം പറഞ്ഞത്. എനിക്ക് ഗാനം പോലും അറിയില്ല. ഞാൻ 8 മണിക്ക് എണീറ്റ് സ്റ്റാറ്റസ് നോക്കി. ഈ എടപ്പാൾ അടുക്കളയിലത്തെ പാത്രം ഇളകിയത്രേ. ഞാൻ ഉറക്കപ്പിച്ചില്ല, അയ്യോ എൻ്റെ വീട് ഇളകിയാണ് ഞാൻ അപ്പോഴല്ല. ഈ വീട്ടിലത്തെ എല്ലാ പാത്രങ്ങളും ഇളകിയത് വേറെ വീട്ടിലത്തെ. പക്ഷെ ഭയങ്കര സൗണ്ട് ആയിരുന്നു കേട്ടോ. ഇനിയത് ഇവിടേക്ക് ചിലപ്പോൾ വരാം, എവിടേക്ക് വേണമെങ്കിലും വരാം, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും സേഫായിരിക്കുക. അപ്പോൾ പിന്നെ നന്നായി പ്രാർത്ഥിക്കുക. മറ്റുള്ള ആൾക്കാർക്കും കൂടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. നമ്മളെപ്പോൾ തന്നെ എനിക്ക് കുറേ ആൾക്കാർ, നിങ്ങൾ ഒന്ന് പത്രം നോക്കുക. പെരിയയിൽ എത്ര ആൾക്കാരെ ഗായ്സ്, പെരിയയിൽ ശവം മണത്തിട്ട് വയ്യ, അത്ര പെരിയയിൽ ഫുള്ള് ശവങ്ങളാണ്. പിന്നെ ഇത്ര പോകുന്നൊരു കാല് ടൂട്ടസൊക്കെ ഇത് വരെ തൊട്ടൊക്കെ ഇത് തൊട്ടിട്ട് ഇതേ ഈ കാലിന്റെ ഈ നഖത്തിന്റെ അത് വരെ കാല് മാത്രം കൊടുക്കുക. എവിടെയും കാല് കൊടുക്കിയിട്ട് പിന്നെ അത് വീണ്ടും അതുകൊണ്ട് വരുമ്പോ ആ വെള്ളം അങ്ങോട്ട് കൊണ്ട് അതാ പറയുന്ന ചിലര് കൈ വലിക്കരുത്. അങ്ങനെ ഇപ്പൊ കളിക്കുമ്പോൾ കൈ ഇങ്ങനെ വലിക്കൂല, അപ്പൊ കൈ വലിക്കരുത്, കാല് വലിക്കരുത്. അത് അത്രയ്ക്ക് ശക്തിയിലാക്കി വന്നത് പക്ഷെ അതൊന്നും ഇങ്ങോട്ട് വന്ന് അപ്പൊ അങ്ങനെ വെച്ച് ആ കാല് കുടിയെ വീണ്ടും വന്നപ്പോ പിന്നെ നമ്മുടെ കൈ പോവുമല്ലോ. പിന്നെ ഒരു മൈലാഞ്ചൊക്കെ ഇട്ടൊരു മൈലാഞ്ചൊക്കെ ഇട്ടിട്ട് ഇത് ഫുള്ള് വെള്ളം കയ്യിൽ ഒരു കൈയിനെ പൊന്തിട്ട് ഇങ്ങനെ ഉണ്ട് കിടക്കുക. ഇത്ര പോകുന്ന കാല് ടൂട്ടസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആവാൻ മറ്റുള്ള ആൾക്കാർക്കും കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇതിലെ ലൈക്ക് അടിക്കാൻ പറയണേ. അപ്പോൾ ലൈക്ക് വേണം, ഇഷ്ടമുള്ളവർക്കും ആണെങ്കിൽ അടിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക. ഇപ്പോഴത്തെ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കേരളത്തിൽ 4 ഭാഗത്തിൽ 3 ഭാഗവും വെള്ളം, ഒരു ഭാഗം മാത്രമേ കരുള്ളൂ. അപ്പോൾ ഈ വെള്ളത്തിനും അറബിക്കടലിനും അറബിയൻ ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനും നമ്മുടെ ബംഗാളും ഒക്കെ കൂടി വന്നാൽ നമ്മളെന്തായാലും
പെട്ട്. അറബികളിലൊക്കെ വന്ന് നമ്മൾ പിന്നെ ഉണ്ടാവില്ല. വെസ്റ്റ് ബംഗാൾ ഇതൊക്കെ വന്നപ്പോൾ എല്ലാം പ്രാർത്ഥിക്കും. ബൈ.